അതുപോലെ തന്നെ കുട്ടി ഈ അമ്മ മുത്തശ്ശി ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നു. കുട്ടി ഈ ഗേറ്റ് തുറന്നു കിടന്നുകൊണ്ട് ഓടി റോഡിലേക്ക് വരുന്നു. ഇറക്കം വാക്ക് വരുന്നൊരു വാഹനം, പാഞ്ഞു വരുന്ന വാഹനം കുട്ടിയെ ഇടിച്ച് തെറിപ്പിക്കുന്നു. കുട്ടി റോഡിൽ വീഴുന്നു. ഇത് കണ്ട് കുട്ടിയുടെ മുത്തശ്ശി കിണറ്റിൽ പോയി ചാടുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ രണ്ടുപേരും അത്യാഹിതത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വേറൊരു കടക്കാരനോട് പോയി ചെന്ന് 2 ലക്ഷം രൂപ എന്തോ വാങ്ങുന്നത്. പക്ഷെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ദേവനന്ദുവിന്റെ കൊലപാതകം നടത്തിയത് അമ്മയുടെ സഹോദരൻ ബാലരാമപുരത്ത് 2.5 വയസ്സുള്ള ദേവനന്ദു എന്ന് പറയുന്ന കുഞ്ഞ് മരിച്ചുപോയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ആ ഒരു വാർത്തയാണ് ഇപ്പം ഈ ന്യൂസ് ചാനൽസിനകത്ത് എല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 5:30 ആവുന്ന സമയത്ത് വീട്ടുകാർ തന്നെ കംപ്ലൈന്റ് കൊടുക്കുന്നു, ഇതിനൊക്കെ കുഞ്ഞിനെ കാണാനില്ല, എവിടെയാണെന്ന് അറിയത്തില്ല എന്ന്. പോലീസുകാർ വരുന്നു. പോലീസുകാർ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് കുട്ടി കിണറ്റിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതായത് 2.5 വയസ്സുള്ളൊരു കുട്ടി ഒരിക്കലും നടന്നു പോയി ആ കിണറ്റിലോട്ട് ചാടത്തില്ല. എന്തായാലും അവിടെ കൊലപാതകമായിരിക്കും നടന്നതെന്ന് പോലീസുകാർക്ക് ആ നിമിഷം തന്നെ അത് മനസ്സിലായി. അങ്ങനെ ഇവരെ 3 പേരെയും കസ്റ്റഡിയിൽ എടുക്കുന്നു. ഈ പറയുന്ന അമ്മയെ എടുക്കുന്നു, അച്ഛനെയും ഈ അമ്മാവൻ എന്ന് പറയുന്ന ഒരു വായി നോക്കിയും കൂടെ കസ്റ്റഡിയിലെടുത്ത് പോലീസുകാർ വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് കുറ്റസമ്മതം നടത്തുന്നു. അതായത് അമ്മാവനാണ് ഈ കുട്ടിയെ കൊന്നതെന്ന് പറയുന്നു. അതായത് ജീവനോടെ കൂടി ആ കൊച്ചിനെ എടുത്ത് കിണറ്റിലിട്ടു. അത് നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ കേരളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രി എന്നായിരുന്നു പറയുന്നത്. പക്ഷേ ഈ അടുത്തുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ചെകുത്താന്മാരുടെ കൺട്രി ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അതായത് ഇത് എത്രാമത്തെ കേസാണിത്? എത്ര കേസ് ഈ 2025 സ്റ്റാർട്ടിങ്ങോടെ നമ്മൾ കേട്ട്. ഒരു ചെന്താമരയുടെ കേസ് വന്നു, പിന്നെ അതിനുശേഷം വേറെ കുറേ കൊലപാതകങ്ങൾ വന്നു, അമ്മയെ കൊല്ലുന്ന ഒരു സീൻ നമ്മൾ കണ്ടു. ഇപ്പം എന്താ സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി അമ്മയും കൂടെ നിന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. രാവിലെ ഈ ശ്രീതു എന്ന് പറയുന്ന പെണ്ണങ്ങാണ്ട് ബാത്റൂമിൽ പോയ സമയത്ത് ആ കൊച്ചിന്റെ കരച്ചിൽ കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നെ അത് മാത്രമല്ല, ആദ്യമേ ഈ കൊച്ച് അമ്മയുടെ കൂടാണ് കിടന്നുറങ്ങിയത്, പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ട് അച്ഛന്റെ കൂടെ പോയി കിടത്തിയെന്ന് പറയുന്നു. ഇവരുടെ എല്ലാവരുടെയും മൊഴിയിൽ നല്ല രീതിയിൽ മിസ്മാച്ചിങ് മനസ്സിലായി പോലീസുകാർക്ക്. അപ്പൊ ഇവർക്കൊക്കെ എന്തോ നല്ല രീതിയിൽ ഒരു പ്ലാനിങ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ശ്രീതുവിനെ പറ്റിയിട്ട് അവരുടെ നാട്ടിലുള്ള മെമ്പർ പറയുന്നത് ഞാനൊന്ന് കേൾപ്പിക്കാം. ഈ കുടുംബവുമായി എനിക്ക് നേരിട്ട് നന്നായിട്ട് അറിയാം. കാരണം ഇവരുടെ ജന്മസ്ഥലം എൻ്റെ വീട്ടിൻ്റെ, ഞാൻ താമസിക്കുന്നത് കുറച്ച് പുറകിലാണ്. ഇവിടെ ഇപ്പോൾ വാടകയ്ക്ക് വന്നതാണ്. ഒരു 3 വർഷക്കാലമേ ആവുന്നുള്ളൂ. ഇവർ മാന്യമായി കഴിയുന്നൊരു കുടുംബം. പക്ഷേ സമീപകാലത്തായിട്ടാണ് ഇവർ ഒരുപാട് ബാധ്യതകളുള്ളതായി എനിക്കറിയാൻ കഴിഞ്ഞത്. നല്ല ബാധ്യത. ഏതാണ്ട് ഈ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ കൂടുമ്പോഴേക്ക് 58-60 ലക്ഷം രൂപയോളം കടബാധ്യത ഉണ്ട് എന്നാണ് എനിക്കൊരു ബന്ധുവിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ബാധ്യതയാണ് ഇതിനെല്ലാത്തിനും ഇപ്പോൾ കാരണം. ഇതിൻ്റെ പേരിൽ കുറേ പൊറോട്ട് നാടകങ്ങൾ ശ്രീതു എന്നത്, ഈ കുട്ടി മരിച്ചുപോയ കുട്ടിയുടെ അമ്മ കുറേ കളിക്കുന്നുണ്ട്. അതാണ് ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ എന്താണ് കളിക്കുന്നത്? അങ്ങനെ കളിക്കുന്നു എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ സാമ്പത്തികമായി വരുന്നവരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാകാം എന്തായിരിക്കും. പക്ഷെ അതിനകത്ത് ഒരു റെമഡി നമുക്ക് പറയാൻ പറ്റുന്നില്ല. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് പിടിയിട്ടില്ലേ? നാട്ടുകാരെ മൊത്തം പറ്റിച്ചിട്ട് കാശ് മേടിക്കുക. ഇനി ഇവർ കടം മേടിക്കാനായിട്ട് ആ നാട്ടിൽ വേറെ ആരുമില്ല എന്നാണ് പറയണത്. അതായത് ജീവനോടിരിക്കുന്ന ആളുകൾ വരെ മരിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പോയി കാശ് മേടിക്കണത്. അതിലും വലിയ കോമഡി. അപ്പം ഇതോടുകൂടി തന്നെ ഇവരുടെ ഒരു ക്യാരക്ടർ മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈ മെമ്പർ പറയുന്നുണ്ട് ഈ കടക്കാരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന്. മേ ബി ആയിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഏകദേശം 10-60 ലക്ഷം രൂപ എങ്ങാണ്ട് കൊടുക്കാനുണ്ട്. അപ്പം നാട്ടുകാരെല്ലാവരും കൂടെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ മകള് മരിച്ചുപോയി, മകളെ കാണാനില്ല എന്നൊക്കെയുള്ള രീതിയിൽ നാടകം ഇറക്കി കഴിഞ്ഞാൽ കടം ചോദിക്കാൻ വരുന്നവർ മാറിപ്പോകും. പക്ഷെ അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ക്രൂരതകൾ കാണിക്കും. പ്രത്യേകിച്ച് ഈ കൊച്ചിൻ്റെ അമ്മാവൻ, അതായത് ഈ ശ്രീതുവിൻ്റെ അനിയനെങ്ങാണ്ടായിട്ടുള്ള ഒരുത്തനാണ് ഈ പണി ചെയ്തേക്കുന്നത്, ഹരികുമാർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ആ വീട്ടിനോട് ചേർന്ന് അവിടെ ഒരു 3 കയറൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നത്. അതായത് ഇനി ആ ഒരു ആത്മഹത്യ നാടകത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു എന്നും അറിയത്തില്ല. പിന്നെ ഈ ശ്രീതുവും ഹസ്ബൻഡും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ലായിരുന്നു. അതായത് ഇവർ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ അവർ തമ്മിൽ വലിയ കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചില വാക്കിയോടെ കാണാം. പൈസ വരുന്നവരെ തൽക്കാലം തിരിച്ചുവിടാം. കാരണം എന്ന് വെച്ചാൽ സമീപകാലത്തുണ്ടായ ഒരു ചെറിയ സമയം, അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ ഒരാഴ്ച മുമ്പ് അച്ഛൻ ഈ വീട്ടിൻ്റെ വാതിൽക്കലിരിക്കുമ്പോൾ പൈസ കൊടുക്കേണ്ട ആളുകൾ ഇവിടെ വന്നിറങ്ങിയപ്പോഴേക്കും കണ്ടുകൊണ്ടുവന്ന ശ്രീതു ഓടിച്ചെന്ന് അച്ഛനെ പിടിച്ച് കട്ടിലിൽ കിടത്തി തുണി കൊണ്ട് മൂടി അച്ഛൻ സീരിയസ് ആണ് എന്ന് പറഞ്ഞ് അവരോട് ആ ദൗത്യത്തിൽ നിന്ന് പിന്തിരിച്ചു വിട്ട ഒരു ചെറിയൊരു ഉദാഹരണമാണ്. ഇത് അയൽവാസികളിൽ നമ്മൾ അറിയുന്നതാണ്. ഇങ്ങനെ ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ ഇത്തരം വിഷയങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കുട്ടി ഈ അമ്മ മുത്തശ്ശി ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നു. കുട്ടി ഈ ഗേറ്റ് തുറന്നു കിടന്നുകൊണ്ട് ഓടി റോഡിലേക്ക് വരുന്നു. ഇറക്കം വാക്ക് വരുന്നൊരു വാഹനം, പാഞ്ഞു വരുന്ന വാഹനം കുട്ടിയെ ഇടിച്ച് തെറിപ്പിക്കുന്നു. കുട്ടി റോഡിൽ വീഴുന്നു. ഇത് കണ്ട് കുട്ടിയുടെ മുത്തശ്ശി കിണറ്റിൽ പോയി ചാടുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ രണ്ടുപേരും അത്യാഹിതത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വേറൊരു കടക്കാരനോട് പോയി ചെന്ന് 2 ലക്ഷം രൂപ എന്തോ വാങ്ങുന്നത്. പക്ഷെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അതായത് ഏത് കുട്ടി?
മനസ്സിലായല്ലോ? ഈ മരിച്ചുപോയ കുട്ടി ഏതാണ്ട് സീരിയസ് ആയിട്ട് ICUലാണെന്നും പറഞ്ഞിട്ട് 1-2 ലക്ഷം രൂപ കടം മേടിച്ചിരുന്നത്. പിന്നെ ഇത് മാത്രമല്ല, ഇനി വേറെയുണ്ട്. ദേവസ്വം ബോർഡിലെങ്ങാണ്ടായിരുന്നു ഈ പറയുന്ന ഇവർക്ക് ജോലി. എന്നിട്ട് അവിടെ ജോലി മേടിച്ച് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ആരുടെ കയ്യിൽ നിന്ന് 4-5 ലക്ഷം രൂപ മേടിച്ച കഥയും ഉണ്ട്. എന്തായാലും ഈ ഒരു കൊലപാതകം ചെയ്യാനായിട്ട് ഇവർക്കും കൂടി വ്യക്തമായിട്ട് പങ്കുണ്ടെന്നും പോലീസുകാർ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അതിലൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. ഈ ഹരികുമാർ എന്ന് പറയുന്നവരുടെ അടുത്ത് പോലീസുകാർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, അവൻ പറയണത്, അവൻ കുറ്റം സമ്മതിച്ചു ഓൾറെഡി. അപ്പോൾ അവൻ പറയണത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി ബാക്കി നിങ്ങളാണ് കണ്ടെത്തേണ്ടത്. അതാണ് നിങ്ങളുടെ പണിയെന്ന്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തതാണ് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട്. എന്തായാലും വാർത്തയൊന്ന് കണ്ടുനോക്കാം. അമ്മാവനാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള ആ ഒരു സംശയത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ രാവിലെ മുതൽ തന്നെ ഈ ഒരു സമയം വരെ ഈ കുഞ്ഞിന്റെ അമ്മ ശ്രീതു, അച്ഛൻ ശ്രീജിത്ത്, അമ്മാവൻ ഹരികുമാർ, ഈ 3 പേരും പോലീസിന്റെ സംശയ നിഴലിലായിരുന്നു. ഇവരിൽ ആരെങ്കിലും ഒരാളാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പോലീസിന് രാവിലെ മുതൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സംശയമുണ്ടായിരുന്നു. അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഇവരെ വിശദമായിട്ട് പലതവണ ചോദ്യം ചെയ്തത്. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. രണ്ടാം വട്ട ചോദ്യം ചെയ്യലിൽ ഇതിലേക്കുള്ള നിർണായകമായിട്ടുള്ള ഒരു ലീഡിലേക്ക് പോലീസ് കടക്കുന്നു. അങ്ങനെയാണ് ഈ കുട്ടിയുടെ അമ്മാവനാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള ആ ഒരു സംശയം അല്ലെങ്കിൽ ആ ഒരു നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. അമ്മാവൻ ഹരികുമാർ കുറ്റസമ്മതം നടത്തി എന്നുള്ള ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് അല്പസമയത്തിനകം കൂടുതൽ വ്യക്തത വരുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഇവരുടെ ഇൻവോൾവ്മെന്റ് നല്ല രീതിയിലുണ്ട്. ഈ ശ്രീതു എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയുടെ, ഈ അമ്മാവൻ എന്ന് പറയുന്നവന്റെ റൂമിൽ തീ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇവര് ഉറക്കം എണ്ണീറ്റെന്നൊക്കെ ഇവർ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവർ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തതാണ്, കരുതി കൂട്ടി ക്രിയേറ്റ് ചെയ്തതാണ്. ഇപ്പൊ മേ ബി എനിക്ക് തോന്നുന്നു ഈ ഹരികുമാർ എന്ന് പറയുന്നവൻ മനഃപൂർവ്വം ഇവരുടെ പേര് പറയാത്തതാണ്. അവൻ സ്വന്തമായിട്ട് കുറ്റം ഏറ്റെടുത്തതാണ്. ഒന്നെങ്കിൽ ഈ ഒരു കുറ്റം ഈ പറയുന്ന ഭർത്താവായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, പുള്ളിയുടെ പേര് ശ്രീജിത്ത് എന്ന് കണ്ടാന്ന് തോന്നുന്നു, ആ പുള്ളിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള പരിപാടിയായിരുന്നായിരിക്കാം. അതായത് അതിന്റെ മൊഴിയിൽ തന്നെ ആ ഒരു കാര്യത്തിൽ നമുക്ക് സംശയിക്കാനുണ്ട്. ഈ ശ്രീതു പോലീസുകാർക്ക് കൊടുത്തൊരു മൊഴിയുണ്ട്, അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കൂടെ, അതായത് ആദ്യം കുഞ്ഞ് കിടന്നത് അമ്മയുടെ കൂടെയാണ്, പിന്നീട് കുഞ്ഞിനെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി കിടത്തി എന്നുള്ളതാണ് അമ്മ പറയുന്നത്. അതിനുശേഷമാണ് രാവിലെ എഴുന്നേറ്റപ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്നൊരു വിവരം അറിയുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഈ അമ്മയുടെ ഈ മൊഴിയിലും അതുപോലെ തന്നെ അങ്ങനെ കിടത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഈ അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അതിൻ്റെ ഒരു ബാക്കി പത്രമാണോ? അമ്മയുടെ സഹോദരൻ ഇവിടെ ഈ വീട്ടിലുണ്ടായിരുന്നു ഇന്നലെ. ആ സഹോദരൻ്റെ മുറിയിലാണ് ഒരു പെട്രോളിൻ്റെ മണ്ണെണ്ണയുടെ ഗന്ധവും തീപിടുത്തവും ഒക്കെ ഉണ്ടായതായി പറയപ്പെടുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഇൻവോൾവ് ആയി കിടക്കുന്നുണ്ട്. ഒപ്പം കേട്ടല്ലോ നിങ്ങൾ, അതായത് ആ കുട്ടിയെ എടുത്തോണ്ട് പോയി അച്ഛന്റെ റൂമിൽ കൊണ്ട് കിടത്തിയെന്ന്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നായിരിക്കാം? 100% ഇതിന്റെ പിന്നിൽ എന്തോ നല്ല രീതിയിൽ കളിയുണ്ട്. ഒന്നെങ്കിൽ ഈ കുട്ടിയെ എന്തെങ്കിലും അപായപ്പെടുത്തിയിട്ട് ഇയാളുടെ മണ്ടലോട്ട് കൊണ്ടുവന്നിടുക, ഇയാൾ ചെയ്തയാണെന്നുള്ള രീതിയിൽ. അപ്പം അയാൾ അങ്ങ് അകത്ത് പോയി കിടക്കുമല്ലോ. അപ്പൊ എന്തോ കാര്യമായിട്ടുള്ള ഒരു പ്ലാൻ ഇതിന്റെ പിന്നിലുണ്ട്. അപ്പം ഇവരുടെ ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ശരിക്കും ഈ ഒരു കുട്ടിയെ വളർത്താനൊക്കെ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കുട്ടിക്കൊക്കെ ജന്മം കൊടുക്കുന്നത്, അല്ലേ? അത് മാത്രമല്ല, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കുട്ടികളില്ലാതെ വിഷമിക്കുന്നത്. അവർക്കൊക്കെ ഈ കൊച്ചിനെ കൊടുത്തുവിടായിരുന്നു, അവർ പൊന്നുപോലെ വളർത്തിയനെ. ഇങ്ങനെയൊക്കെ എന്തിനാണ് ഈ കുട്ടിയോടൊക്കെ കാണിക്കുന്നത്? ഇത്തരത്തിലൊക്കെയുള്ള നാറികളാണ് നമ്മുടെയൊക്കെ നാടിന് ശാപം കേട്ടോ. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.